ഹലോ അസ്സാം വലൈക്കും. എമിനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും എങ്ങനെ ബീഫ് കപ്സ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. 2 ഉണക്ക നാരങ്ങ, ഒരു 1.5 കഷ്ണം മാഗി ക്യൂബ്, കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, 1 ടീസ്പൂൺ കുരുമുളക് എല്ലാം ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ മാഗി ക്യൂബിൽ ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വേറൊരു ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതല്ലേ. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളിയുടെ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കപ്സ പൊടിയുടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. കുക്കർ എത്ര വിസിലാന്ന് ഞാൻ പറയണില്ല കേട്ടോ. ബീഫിൻ്റെ വേവും കുക്കറിൻ്റെ വിസിലൊക്കെ എല്ലായിടത്തും വേറെ വേറെ പോലെ ആയിരിക്കും. എന്തായാലും ബീഫ് നന്നായി വേവണം എന്നുള്ളൂ കേട്ടോ. ബീഫ് വെന്തതിന് ശേഷം നമുക്ക് ഇതിത്തെ വെള്ളം മാറ്റിയെടുക്കുക. കപ്സ് ഞാൻ ഈ പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ബീഫിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ വെള്ളം കൂടെ ചേർത്താണ് കേട്ടോ അരിക്കുള്ള വെള്ളം കണക്കാക്കുന്നത്. ഇനി വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനൊരു 250 ml 3.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 7 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഈ ബീഫിൻ്റെ വെള്ളം കൂടെ ചേർത്താണ് ഞാൻ വെള്ളം കണക്കാക്കിയത്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മാറ്റി വെച്ച ബീഫും 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത അരിയും ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കട്ടോ. ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കപ്സ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂൺ കപ്സ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. ചട്നി എല്ലായിടത്തും പലതും പല രീതിയിലല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ ചട്നി ഉണ്ടാക്കൽ. ഒരു ചെറിയൊരു കഷ്ണം വലിയുള്ളിയും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, ഒരു 4 തക്കാളിയും, 2 പച്ചമുളകും, ഒരു കൈപ്പിടി മല്ലിയിലയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ സുർക്കി ഒഴിച്ചാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മുടെ കപ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തമ്മിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല ടേസ്റ്റാണ്. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഞങ്ങളെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനി നല്ല വീഡിയോസുമായി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.